ഹരിതവാണി. പ്രകൃതിയിൽ നിന്ന് അകലാതിരിക്കാൻ ചിത്രീകരണം. ശ്രീ മഹാഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 2-ാം അധ്യായം യദുമഹാരാജാവും അവധൂതനായ ദത്താത്രേയ മഹർഷിയും തമ്മിലുള്ള ചോദ്യോത്തര രൂപത്തിലാണ് രചിച്ചിട്ടുള്ളത്. സാധാരണ മനുഷ്യരിൽ നിന്നും ഭിന്നമായി അവധൂതനായ ദത്താത്രേയൻ്റെ അനൽപവും സ്ഥായിയുമായ ആനന്ദാവസ്ഥയുടെ കാരണമന്വേഷിക്കുന്ന യദുവിനോട് താൻ പരമഗുരുവായി സ്വീകരിച്ചിട്ടുള്ളത് ഈ പ്രകൃതിയെയാണ് എന്നും ഈ പ്രകൃതിയിലെ 24 ഗുരുക്കന്മാരാണ് യഥാർത്ഥത്തിൽ തൻ്റെ ജീവിത വീക്ഷണങ്ങളെ ചിട്ടപ്പെടുത്തിയത് എന്നും ദത്താത്രേയൻ മറുപടി നൽകുന്നു. തുടർന്നുള്ള ഭാഗങ്ങളിൽ തൻ്റെ ജീവിത വഴിയിലെ ആ 24 പ്രകൃതി ഗുരുനാഥന്മാരെ ദത്താത്രേയ മഹർഷി യദുമഹാരാജാവിന് പരിചയപ്പെടുത്തുകയും അവരോരോരുത്തരും എങ്ങനെയാണ് തൻ്റെ ഗുരുക്കന്മാരായത് എന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നു. പ്രകൃതിയോട് അത്രമേൽ ആത്മാനുവർത്തിയായി ജീവിച്ചാൽ എങ്ങനെ ജീവിതം ആനന്ദകരമാക്കാമെന്ന് 24 ഗുരുക്കന്മാർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ അധ്യായത്തിൽ ഉദാഹരണ രൂപേണ വിവരിക്കുന്നു. ഇനി ഈ അടുത്ത് ഏറെ മാധ്യമ ശ്രദ്ധ കിട്ടിയ ഒരു നിരീക്ഷണം ഒന്ന് കേൾക്കാം. 2024 ജൂലൈ മാസത്തിൽ ഇന്തോനേഷ്യയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വാർത്ത ഇങ്ങനെയാണ്. 150-ലധികം ഒറാങ് ഉട്ടാങ്ങുകൾ സുരക്ഷിതമായി ജീവിക്കുന്ന ഒരു സംരക്ഷിത മഴക്കാട്ടിലെ ഒരു ഒറാങ് ഉട്ടാങ്ങാണ് റാക്കസ്. ഈ വാനരൻ തൻ്റെ കാൽവിരലിലുണ്ടായ ഒരു മുറിവുണക്കാനായി ഒരു കാട്ടുപച്ചയുടെ ഇലയും തണ്ടും ചവച്ചിറക്കുന്നതും അതിൻ്റെ നീര് ആ മുറിവിൽ ഇറ്റിച്ച് അതേ ചെടിയുടെ ഇലകൾ കൊണ്ട് മൂടിക്കെട്ടുന്നതും ആ ബയോ റിസർവിലെ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഫൈബ്രോറിയ ടിൻറ്റോറിയ എന്ന ശാസ്ത്രീയ നാമമുള്ള ലിയാന എന്ന വിളിപ്പേരുള്ള ആ വള്ളിച്ചെടി സാധാരണ ഒറാങ്ങുട്ടാങ്ങുകൾ കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവർ നിരന്തരം ഈ വാനരനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വെറും 5 ദിവസങ്ങൾ കൊണ്ട് അവൻ്റെ മുറിവുണങ്ങി. 1 മാസം കൊണ്ട് ഒരു നേർത്ത പാട് മാത്രം അവശേഷിപ്പിച്ച് ആ മുറിവ് അപ്രത്യക്ഷമായി. എങ്ങനെയാണ് തൻ്റെ കാലിലെ ആ വലിയ മുറിവുണക്കാൻ ആ വള്ളിച്ചെടിക്കാകുമെന്ന അറിവ് ആ ഒറാങ്ങുട്ടാങ്ങിന് ലഭിച്ചത്? പ്രകൃതിയോട് അത്രമേൽ ഇണങ്ങി ജീവിക്കുമ്പോൾ മാത്രം സ്വായത്തമാകുന്ന ഉള്ളറിവുകൾ അഥവാ അന്തർജ്ഞാനങ്ങളായിരുന്നു പരിണാമ വഴികളിൽ അവനെപ്പോലെ ആദിമ മനുഷ്യൻ്റെയും കൺവെളിച്ചങ്ങൾ. ഈ ഭൂമി ഉരുവമായിട്ട് 4.6 ബില്യൺ, അതായത് 460 കോടി വർഷങ്ങളായെന്ന് കണക്കാക്കപ്പെടുന്നു. മനുഷ്യ സ്പീഷീസ് ഉടലെടുത്തിട്ട് വെറും 3 ലക്ഷം വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഈ ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന സസ്യജന്തുജാലങ്ങളെല്ലാം തന്നെ നമ്മേക്കാൾ ഭൂമി പാരമ്പര്യം അവകാശപ്പെടാവുന്നവയാണ്. എന്നാൽ 460 കോടി വർഷം പ്രായമുള്ള ഈ ഭൂമിയിലെ ഏറ്റവും പൗരാണികർ തീർച്ചയായും സൂക്ഷ്മജീവികൾ തന്നെയാണ്. ഭൂമി ഹൃദയവുമായുള്ള ചിരപുരാതന ബന്ധത്തിന്റെ പിൻബലത്തിലായിരിക്കണം ഭൂമിയിലെ സകല ജന്തുസസ്യജാലങ്ങളുടെയും മേൽ ഈ സൂക്ഷ്മാണുക്കൾ ഇത്രയധികം സ്വാധീനം ചെലുത്തുന്നത്. 30 ട്രില്യൺ, അതായത് 30 ലക്ഷം കോടി കോശങ്ങളാൽ നിർമ്മിതമായ മനുഷ്യ ശരീരം 38 ട്രില്യൺ സൂക്ഷ്മജീവി കോശങ്ങളെ ഉള്ളിൽ പേറുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെന്ന മനുഷ്യരുടെ സ്വത്ത് വിചാരണയിൽ മനുഷ്യാവസ്ഥയേക്കാൾ മുൻതൂക്കം സൂക്ഷ്മ ശരീരികൾ കാണുന്നുള്ള വാദമേ ആത്യന്തികമായി വിജയിക്കുകയുള്ളൂ. വെറും സാന്നിധ്യം മാത്രമല്ല, അളവറ്റ സ്വാധീനവും ഈ സൂക്ഷ്മാണുക്കൾ നമ്മളിൽ ചെലുത്തുന്നുണ്ട്. നമ്മുടെ കുടലുകൾക്കുള്ളിൽ അധിവസിക്കുന്ന ഗട്ട് മൈക്രോബയോം എന്ന് ശാസ്ത്രം വിളിപ്പേരിട്ടിരിക്കുന്ന സൂക്ഷ്മാണുക്കൾ കുടലിനുള്ളിൽ വസിച്ചുകൊണ്ട് നമ്മുടെ സകല ആന്തരാവയവങ്ങളുടെയും പ്രവർത്തനശേഷിയെ സ്വാധീനിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്നു. ഗട്ട് ഓർഗൻ ആക്സിസ് എന്ന രാസസംവേദന അച്ചുതണ്ടിലൂടെ അവ ആത്യന്തികമായി മനുഷ്യാവസ്ഥയുടെ എല്ലാ ശാരീരിക മാനസിക വ്യവഹാരങ്ങളെയും നിയന്ത്രിക്കുന്നു എന്ന് ആധുനിക ശാസ്ത്ര പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്.
ഇവിടെ ഏറ്റവും പ്രസക്തമായ വസ്തുത നമ്മുടെ കുടലിൽ അധിവസിക്കുന്ന സൂക്ഷ്മജീവികളുടെ ഘടനാപരവും പ്രവർത്തനപരവുമായ ആരോഗ്യം നിർണ്ണയിക്കുന്ന പരമപ്രധാനമായ ഘടകം നാം കഴിക്കുന്ന ആഹാരത്തിൻ്റെ സ്വഭാവമാണ് എന്നതാണ്. നമ്മുടെ ആഹാരം എത്രമാത്രം പ്രകൃതിദത്തവും ശുദ്ധവും പോഷകസമ്പുഷ്ടവുമാണോ അത്രയും പ്രവർത്തനപരതയും ആരോഗ്യദായകത്വവും പ്രകടിപ്പിക്കാൻ നമ്മുടെ സ്വന്തം സൂക്ഷ്മാണുക്കൾക്ക് സാധിക്കും. ഇവിടെയാണ് നമ്മുടെ ഭക്ഷണശീലങ്ങൾ എത്രമാത്രം കൃത്രിമമായി എന്നും ഭക്ഷണം എന്ന അടിസ്ഥാന ഘടകത്തിൽ നിന്നും നാം എത്രമാത്രം അകന്നുപോയി എന്നും മനസ്സിലാക്കേണ്ടത്. ആധുനിക കാലത്ത് മനുഷ്യൻ്റെ ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഏറ്റവും വലിയ വിലങ്ങുതടിയാവുന്നത് ജീവിതശൈലി രോഗങ്ങളാണല്ലോ. നമ്മുടെ മാറിയ ഭക്ഷണക്രമങ്ങളുടെയും രുചി താൽപ്പര്യങ്ങളുടെയും ജീവിതശൈലിയുടെയും രോഗാതുരത വെളിപ്പെടുത്തുന്നവയാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ. 1990 നിന്നും 2019 എത്തിയപ്പോഴേക്കും ജീവിതശൈലി രോഗങ്ങളുടെ നിരക്കിലുണ്ടായ വർധന നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുക മാത്രമല്ല ഭയപ്പെടുത്തുകയും ചെയ്യുന്നു. 2011-2021 കാലയളവിൽ അൾട്രാ പ്രോസസ്ഡ് അഥവാ അതിസംസ്കൃത ഭക്ഷ്യപദാർത്ഥ നിർമ്മാണ രംഗത്തുണ്ടായ വർധന 13.4%. 2019 കണക്ക് പ്രകാരം സംസ്കരിച്ച ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ആഭ്യന്തര വിപണി മൂല്യം $303.26 ബില്യൺ ആയിരുന്നു. ഭക്ഷണശീലങ്ങളിലും ജീവിതശൈലിയിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളോട് ചേർത്ത് വായിക്കണം. നമ്മുടെ മണ്ണിനങ്ങൾക്ക് സംഭവിച്ചതും തുടർന്നുകൊണ്ടിരിക്കുന്നതുമായ അതിഭീമമായ മൂല്യശോഷണവും പോഷകശോഷണവും ഒപ്പം മണ്ണുൾപ്പെടെയുള്ള പ്രകൃതി വിഭവങ്ങളുടെ തീവ്രമായ രാസമലിനീകരണവും. നമ്മൾ ഭക്ഷ്യ സ്വയം പര്യാപ്തത ആർജിക്കുന്ന സാഹചര്യത്തിൽ പോലും നമ്മുടെ ആകെ ജനസംഖ്യയുടെ 74% പോഷകസമ്പുഷ്ടമായ ഭക്ഷണം ലഭ്യമാവുന്നില്ല എന്നതാണ് വാസ്തവം. പ്രാഥമിക, ദ്വിതീയ, സൂക്ഷ്മ, അതിസൂക്ഷ്മ മൂലകങ്ങൾ ചേർന്ന് ഏറ്റവും കുറഞ്ഞത് 16 മൂലകങ്ങൾ മണ്ണിൽ നിന്നും ആഗിരണം ചെയ്യാനായാൽ മാത്രമേ നമ്മുടെ ഓരോ വിളയ്ക്കും പോഷകസമ്പുഷ്ടമായ ഉൽപ്പന്നം പ്രദാനം ചെയ്യാനാകൂ. മണ്ണിലെ മൂലകശോഷണം വിളയിലും വിളയിലെ മൂലക അപര്യാപ്തതയും അസന്തുലിതാവസ്ഥയും അതിനെ ആഹരിച്ച് ജീവിക്കുന്ന ഓരോ ജീവിയിലും പ്രതിഫലിക്കും. കാലാവസ്ഥ വ്യതിയാനം മൂലവും അശാസ്ത്രീയമായ കാർഷിക രീതികൾ പിന്തുടരുന്നത് മൂലവും മണ്ണിൻ്റെ മൂലക സമ്പുഷ്ടത അതിവേഗം നശിച്ചുകൊണ്ടിരിക്കുന്നു. മൂലക ജൈവ സമ്പുഷ്ടമായ മേൽമണ്ണ് ആഗോളതലത്തിൽ പ്രതിവർഷം 24 ബില്യൺ ടൺ എന്ന തോതിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. ഇത് തുടർന്നാൽ 2050 ആകുമ്പോഴേക്കും ഭൂമിയിലെ 95% മണ്ണിനങ്ങൾക്കും അതിതീവ്രമായ മൂല്യശോഷണം സംഭവിക്കുമെന്ന് സേവ് സോയിൽ മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു. 2050 അതിഗുരുതരമായ ഭക്ഷ്യപ്രതിസന്ധിയിലേക്ക് ലോകത്തെ നയിക്കാൻ അമൂല്യ പ്രകൃതി വിഭവമായ മണ്ണിനുണ്ടാകുന്ന ഈ മൂല്യശോഷണം ഇടയാക്കുമെന്നും അതേ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഓരോ സെക്കൻഡിലും 4 ഫുട്ബോൾ ഗ്രൗണ്ടുകളുടെ വലുപ്പത്തിൽ ഉൾക്കൊള്ളാനാവുന്നത്ര ഫലഭൂയിഷ്ടമായ മേൽമണ്ണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണത്രേ. മണ്ണിലെ ജൈവാംശം 3 മുതൽ 6% വരെയായി നിലനിർത്തുകയാണ് അതിവേഗ മൃത്യുവിൽ നിന്നും നമ്മുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ആശ്രയമായ മണ്ണിനെ ജൈവാരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള സാധ്യതയായി ശാസ്ത്രലോകം സൂചിപ്പിക്കുന്നത്. നമ്മുടെ മിക്ക മണ്ണിനങ്ങളുടെയും ജൈവാംശ തോത് 1% താഴെയാണെന്നതിൽ നിന്ന് അത്ര വേഗത്തിൽ സാധ്യമാക്കാനാവുന്നതല്ല ഈ ലക്ഷ്യം എന്ന് മനസ്സിലാക്കാം. ഒരേക്കറിൽ 20 ടൺ എന്ന തോതിൽ ഖരജൈവ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ പോലും 1 വർഷം കൊണ്ട് മണ്ണിലെ ജൈവാംശത്തിൽ വരാവുന്ന വർധനവ് 0.065% മാത്രമാണ്. അതായത് 1% കണ്ട് മണ്ണിലെ ജൈവ കാർബൺ വർദ്ധിപ്പിക്കുവാൻ ഇതേ അളവിൽ 10 വർഷങ്ങൾ ജൈവ സമ്പുഷ്ടീകരണം നടത്തേണ്ടതായുണ്ട്. മണ്ണിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യശോഷണത്തോട് ചേർത്തു വായിക്കേണ്ടതാണ് മണ്ണിനും വിളകൾക്കും ആരോഗ്യാവസ്ഥ പ്രദാനം ചെയ്യുന്നതിൽ അതിനിർണായക സ്ഥാനം വഹിക്കുന്ന സൂക്ഷ്മാണുക്കൾക്ക് സംഭവിക്കുന്ന സംഖ്യാനഷ്ടവും. ഒരു മനുഷ്യന്റെ ആരോഗ്യാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ
പരമപ്രധാന സ്ഥാനം അവൻ ശരീരത്തിൽ പേറുന്ന സൂക്ഷ്മാണുക്കൾക്കുണ്ടെന്ന് സൂചിപ്പിച്ചല്ലോ. ഇതുപോലെ തന്നെയാണ് വിളകൾ ഉൾപ്പെടെയുള്ള സർവ്വ സസ്യജന്തുജാലങ്ങളുടെയും അവസ്ഥയും. അവയുടെ വേരുപടല പ്രദേശം അഥവാ റൈസോസ്പിയറാണ് നമ്മുടെ കുടലുകൾ എന്ന പോലെ സൂക്ഷ്മജീവികളുടെ കോളനി പ്രദേശം. അവിടെയുള്ള സൂക്ഷ്മജീവി സഞ്ചയത്തിന്റെ സ്വഭാവം, പ്രവർത്തനോന്മുഖത എന്നിവയാണ് ആത്യന്തികമായി പ്രസ്തുത വിളയുടെ അഥവാ ചെടിയുടെ ആരോഗ്യാവസ്ഥ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം. ഈ വേരുപടല സൂക്ഷ്മാണുക്കളുടെ അളവിലും സ്വഭാവത്തിലും സംഭവിക്കുന്ന അസന്തുലിതാവസ്ഥ അഥവാ റൈസോസ്പിയർ മൈക്രോ ഇക്കോളജിക്കൽ ഇംബാലൻസ് സസ്യസമൂഹങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയെയും നിലനിൽപ്പിനെ തന്നെയും ബാധിക്കുന്നു എന്ന പ്രകൃതി സത്യം ശാസ്ത്ര ഗവേഷണങ്ങളിലൂടെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. പ്രകൃതിയുടെ അതിജീവന മന്ത്രമായ ജൈവ വൈവിധ്യത്തെ തീർത്തും അവഗണിച്ചുകൊണ്ടുള്ള തുടർച്ചയായ ഏകവിള കൃഷിരീതികൾ, മേൽമണ്ണിനുണ്ടാകുന്ന മൂല്യശോഷണം എന്നിവ വേരുപടല സൂക്ഷ്മാണുക്കളുടെ അസ്ഥിരതയ്ക്കും പ്രവർത്തന വൈകല്യങ്ങൾക്കും കാരണമാകുന്നുണ്ടത്രേ. CCO അഥവാ കണ്ടിന്യൂസ് ക്രോപ്പിംഗ് ഒബ്സ്റ്റക്കിൾസ് എന്ന് ശാസ്ത്രീയമായി വിശേഷിപ്പിക്കുന്ന പരിഹാരം കാണാൻ ബുദ്ധിമുട്ടുള്ള വിളരോഗ ലക്ഷണങ്ങൾ മനുഷ്യരിൽ പ്രകടമാകുന്ന ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾക്ക് സമാനമാണത്രേ. 20 വർഷങ്ങളിലധികമായി ഒരേ നെല്ലിനെ മാത്രം കൃഷി ചെയ്യുന്ന കുട്ടനാട്ടിലെ പല നെൽപ്പാടങ്ങളിലും കാണപ്പെടുന്ന മൾട്ടിപ്പിൾ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി സിൻഡ്രോം അഥവാ വിവിധ മൂലക ദൗർലഭ്യാവസ്ഥയെ തുടർന്ന് പ്രകടമാകുന്ന രോഗലക്ഷണങ്ങളും ഇതേ കണ്ടിന്യൂസ് ക്രോപ്പിംഗ് ഒബ്സ്റ്റക്കിൾസിൻ്റെ ഭാഗം തന്നെയാണ്. 500-ലധികം നാടൻ നെല്ലിനങ്ങൾ സ്വന്തമായുണ്ടായിരുന്ന ഒരു പൈതൃകത്തിൽ നിന്നാണ് നാം ഇത്ര തീവ്രമായ ജൈവശോഷണത്തിലേക്ക് എത്തി നിൽക്കുന്നതെന്ന് മറക്കരുത്. മധ്യ തിരുവിതാംകൂറിന്, കുട്ടനാടിന്, കോൾപ്പാടങ്ങൾക്ക്, തിരുവനന്തപുരത്തിന്, വടക്കൻ കേരളത്തിന് അങ്ങനെ പ്രാദേശിക അടിസ്ഥാനത്തിൽ വിരിപ്പ്, മുണ്ടകൻ, പുഞ്ചക്കാലങ്ങൾക്ക് ഓരോന്നിനുമായി കൃഷി ചെയ്യാൻ പാകത്തിന് 60 ദിവസം മുതൽ 260 ദിവസം വരെ മൂപ്പുള്ള 500-ലധികം നെല്ലിനങ്ങൾ. ഭൂമിയിൽ നമ്മുടെ നിലനിൽപ്പിന്റെ ജാമ്യക്കാരാണ് വിത്തുകൾ എന്ന പ്രകൃതി സത്യവും അവർക്കൊപ്പം മറവിയെ പുലുകി. കാർഷിക ജൈവ വൈവിധ്യവും പോഷക സമ്പുഷ്ടതയും നേരനുപാതത്തിലാണ് വർത്തിക്കുന്നത്. ഭക്ഷ്യവൈവിധ്യത്തിൻ്റെ ഏറ്റവും വലിയ കാവലാളുകളായിരുന്നത് ഗോത്രജനതയായിരുന്നു. അവരുടെ വനാധിഷ്ഠിത കൃഷിയിടങ്ങളിൽ 20-ലധികം വ്യത്യസ്ത വിളകൾ ഒരേ സമയം കൃഷി ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഈ കാർഷിക ഭൂമികളെല്ലാം ഏകവിള കൃഷി സമ്പ്രദായത്തിൽ അധിഷ്ഠിതമായ തോട്ടവിള കൃഷിക്ക് വഴിമാറി. ഇന്ന് നമ്മുടെ ഊർജാവശ്യകതയുടെ 50% നൽകുന്നത് ധാന്യവിളകളും കരിമ്പും ചേർന്നാണ്. മണ്ണിനും വിളകൾക്കും സംഭവിക്കുന്ന ഗുരുതരമായ ആരോഗ്യശോഷണം, ജൈവ വൈവിധ്യ ശോഷണം എന്നിവയ്ക്ക് പുറമെയാണ് സംഭരണം, ട്രാൻസ്പോർട്ടേഷൻ, പാകപ്പെടുത്തൽ എന്നീ വേളകളിൽ സംഭവിക്കുന്ന മൂല്യനഷ്ടങ്ങൾ. ഒരാൾക്കാവശ്യമായ ഭക്ഷണം സ്വയം ഉൽപ്പാദിപ്പിക്കുക എന്നത് ലോകപരിവർത്തനത്തിൽ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുക എന്നതാണ് എന്ന ചൊല്ല് എത്രമാത്രം ആശയസമ്പുഷ്ടമാണ്. ഒപ്പം മനുഷ്യരാശിക്ക് ഏറ്റവും പുതുമയേറിയതും വിപ്ലവാത്മകവുമായ ആശയം സാമാന്യബുദ്ധി പകർന്നു നൽകാനുതകുന്ന ഒരു ഡിസൈൻ ആയിരിക്കും എന്ന ചൊല്ലും ഒരാളിന്റെ ചിന്താഗതി യാഥാസ്ഥിതികമോ ഉത്പതിഷ്ണത്വമോ എന്നതിലല്ല, മറിച്ച് നമ്മുടെ അതിസാങ്കേതികതയും സാമൂഹിക സങ്കീർണതകളും ശാരീരികാവസ്ഥകളും എല്ലാം ഊട്ടി വളർത്തപ്പെടുന്നത് അതിമലിനീകരിക്കപ്പെട്ടതും ജീവനഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഭൂമിയിലെ മണ്ണിനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അകം പൊള്ളയായ കേവല ഊർജങ്ങളിലാണെന്നതാണ് മനുഷ്യരാശി നേരിടുന്ന നിലനിൽപ്പുമായി ബന്ധപ്പെട്ട അടിസ്ഥാന പ്രശ്നം. പ്രകൃതിയിൽ നിന്ന് അകലാതിരിക്കാൻ ചിത്രീകരണം സമാപിക്കുന്നു. രചന സ്മിത ബാലൻ, ആഖ്യാനം ബിനേഷ് സോമൻ, ലിജി അനിൽ, നിർവഹണ സഹായം വിനയ് ചന്ദ്രൻ തിരുമുല്ലവാരം, നിർവഹണം സന്ദീപ് സുരേഷ്. ഹരിതവാണി സമാപിക്കുന്നു.